ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സ്വാഭാവികമായും അതിൽ സിനിമാ നടിമാർ പറഞ്ഞിട്ടുള്ള അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നേക്കാം. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുജനങ്ങൾ അറിയുന്ന തരത്തിൽ പുറത്തുവിടണമെന്ന് കോടതി പറഞ്ഞതോടുകൂടി സിനിമാ മേഖലയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുവാൻ പോവുകയാണ്. സ്വാഭാവികമായും എന്തായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിലെ ഉള്ളടക്കങ്ങൾ? രഞ്ജിനി എന്തിനാണ് ഹർജി നൽകിയത്? രഞ്ജിനിയുടെ ഹർജി കോടതി പരിഗണിക്കുമോ? പരിഗണിച്ചാൽ എന്താകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടാകുന്ന തുടർ നടപടികൾ? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ 233 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പേജുകളും ചില പാരഗ്രാഫുകളും ഒഴിവാക്കുവാനുള്ള തീരുമാനമാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ വ്യക്തിവിവരങ്ങളൊന്നും പുറത്തു പോകാത്ത തരത്തിൽ വേണം ജനസമക്ഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുവാൻ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതായത് 165 മുതൽ 190 വരെയുള്ള പേജിലെ പാരഗ്രാഫുകൾ ഒഴിവാക്കും. 49-ാം പേജിലെയും 69-ാം പേജിലെയും പാരഗ്രാഫുകൾ ഒഴിവാക്കും. 81 മുതൽ 100 വരെയുള്ള പേജുകൾ ഒഴിവാക്കും. അതിനുശേഷം 233 പേജുകളുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലെ സിനിമാ നടിമാർ നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ പല നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമപരമായും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതെങ്കിലും ഒരു ബാലതാരത്തെയോ അല്ലെങ്കിൽ സിനിമയിൽ അവസരം ചോദിച്ചു വന്ന സമയങ്ങളിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശാരീരികപരമായുള്ള അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. അതല്ല, പ്രായപൂർത്തിയായതിനു ശേഷമുണ്ടായ ഒരു തിക്താനുഭവമാണ് ഒരു സിനിമാ നടി പറയുന്നതെങ്കിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുജനത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോടതിയിൽ പരാതി നൽകാൻ കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലയെ അടിമുടി വിറപ്പിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പുറത്തു വരുവാൻ പോകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഉദ്വേഗജനകമായ ആളുകൾ വീക്ഷിക്കുന്നത്.